ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അപ്പുന്റെ വീട്ടിൽ കയറാൻ പോവാണ്. ഗൃഹപ്രവേശനാണ്, വീട്ടിൽ പോകണം. അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ 6 മണിക്കാണ് ഗുരുവായൂരിന്ന് ഞങ്ങൾ എത്തിയത്. സോ ഇപ്പം വന്ന് നിശ്ചയിച്ച് എനിക്ക് സാരിയൊക്കെ, ഇത് അപ്പു തന്ന പുടവേണേ, സാരിയൊക്കെ ഉടുത്ത് തലയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് സിന്ദൂരമൊക്കെ ഇട്ട് തന്നു, തലയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് തന്നു, സാരിയൊക്കെ ഉടുത്ത് സെറ്റാക്കി തന്നു. സോ ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് നമ്മളിന്ന് വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോണത്. ആൻഡ് അതിന്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ കയറാൻ പോണേണ്ട. എനിക്ക് നിലവിളക്കും കൊണ്ട് കയറണത് കാണാനാണ് എക്സൈറ്റ്. അപ്പൊ കുഞ്ഞു വരൂലേ എന്റെ കൂടെ? ഞാൻ കൂടെ ഉണ്ട്. നിലവിളക്ക് എന്തൊരു പാട്ട് പാടും ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കിടമപ്പൊന്ന് പറയണം, വരലക്ഷ്മിയായി വന്നെത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പാടാൻ പറ്റും. അതോ മൂദേവിയായി അങ്ങനെ വന്നെത്തുമ്പോൾ നമ്മൾ തെളിയുന്നു താരം എന്നൊക്കെ അല്ലേ. അപ്പൊ നമ്മളങ്ങനെ ഞാൻ പുറമേ കാണാൻ വരലക്ഷ്മി ആണെങ്കിലും ഉള്ളിൽ ഞാനൊരു മൂശിയായിട്ടാണെങ്കിലും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതാ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അതിപ്പോൾ റെഡിയായി. നമുക്കൊരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. ഇവിടത്തേക്ക് വീട്ടിൽ നിന്ന് അമ്മ, മാളു, മീനാക്ഷി, അക്കു, അബി, അപ്പുപ്പൻ, മാനാമിക, ഹരിത, ഗോപിക്ക് എത്താൻ പറ്റൂല. ബാക്കി എല്ലാവരും കൂടെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. സോ അപ്പം നമ്മൾ 11-നും 12-നും ഇടയിൽ നമ്മളെ വീട്ടിൽ കയറണം. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയായതേ ഉള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ കയറാൻ വേണ്ടി പോകും. എനിക്ക് സിന്ദൂരൊക്കെ ഇട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാമോ, എനിക്കെന്തോ ഞാൻ പ്രായമായോ പോലെ. പ്രായമില്ലെന്നല്ല, എനിക്ക് പ്രായമുണ്ട്. പക്ഷെ എന്നാലും പ്രായമല്ല, മെച്ചോർഡായ പോലെ. ഞാൻ ക്ലിത്തരം കാണിച്ചിട്ട് മിഠായിപ്പൊക്കെ കൊണ്ടുപോകട്ടെ പറയും. സംഭവം എന്ന് വെച്ചാൽ 2 ദിവസം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുങ്കുമം ഇട്ടുകൊണ്ടാണ് വന്നത്. കല്യാണം കഴിഞ്ഞില്ലേ. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ഞാൻ കുങ്കുമം ഇടാൻ കൊടുത്തില്ല. അതുപോലെ ഇയാൾ അവിടെ നിന്ന് മൂശയായിട്ടായിരുന്നു വരാതെ എഴുതി. ഇനി എന്ത് തരാത്ത കുങ്കുമം ഇടാൻ, എന്നിട്ട് ഞാൻ പൊടി കുങ്കുമം ഇട്ടില്ല. പൊടി കുങ്കുമം എൻ്റെ വേറെ വെട്ടിലാണ്, അപ്പുൻ്റെ വീട്ടിൽ കൊണ്ടുള്ള വെട്ടിൽ. അങ്ങനെ ഇപ്പം എന്താ പൊടി കുങ്കുമൊക്കെ ഇയാൾ ഇട്ട് തന്ന് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ഹായ്. എന്തിനാ അക്കുനെ അഭിയം കൊണ്ടുവന്ന? എങ്ങനെയുണ്ട് അങ്ങോട്ട് പറയണം. തന്നെ അമ്മ 2 അയാൾ ഇട്ട് തന്നില്ല എന്നും പറഞ്ഞ് അയാൾ പിണക്ക് വരുന്നു. അയാൾക്ക് ഇടാൻ ഞാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ് സിന്ദൂരം. നിങ്ങൾ സാരി എവിടെ? നിങ്ങൾക്ക് തല വയ്ക്കാൻ പോരട്ടെ, എന്റെ പൂരിക്കണം. അപ്പൂട്ട ബാഗിന് ഒന്ന് പോടും. ഹായ് ചേട്ടാ. അബി എന്തിനമ്മ കൊണ്ടുവന്നത്? അനാമികെ മേക്കപ്പ് ഞാൻ തലയിട്ടി സാരി ഉടുത്തുന്ന നിശ ചേച്ചി പോണേ. ഓ അങ്ങോട്ട് വന്നു വരി. സോ ഗൈസ്, അങ്ങനെ അവിടെ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അമ്മ, അപ്പുപ്പൻ, അക്കു, അബി, മാളു, ഹരിത, അനാമിക, മീനാക്ഷി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. സോ എല്ലാവരുടെ കാണാൻ ഭയങ്കര എനിക്ക് ഒരു മൂഡ് ലിഫ്റ്റ് വരുമോ നമുക്കൊരു കുറച്ചുകൂടെ ഒരു ജില്ല് വരും എനിക്ക് അവരെ കാണുമ്പോഴത്തേക്ക്. ഞങ്ങൾക്ക് 2 പേർക്ക്. അപ്പോഴത്തേക്ക് ഞങ്ങളിതാ ഇപ്പം മീനാക്ഷിക്ക് ഇത് കണ്ടിട്ട് കണ്ടോ ഒരു ലോഡ്, ഞങ്ങൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ലോഡ് ഇട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചിടുന്നു അങ്ങനെ വന്നു. ഇല്ല, വിളക്കൊന്നും പിടിക്കാൻ എനിക്ക് ടെൻഷൻ ഇല്ല. വിളക്ക് പിടിക്കുമ്പോൾ ആരെയും സാരി ഒന്ന് പൊക്കി പിടിക്കണം, അത്രേ ഉള്ളു. അതെനിക്ക് നടക്ക്. സീരിയസ് ആയിട്ട് പറഞ്ഞു. അവരിതാ ബാക്കേ ഉണ്ട് കേട്ടോ, നമ്മളെ ബാക്കേ അപ്പുവിൻ്റെ നാട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഈ നാട്ടിൽ ഞാൻ ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ബാലരാമപുരം ഉച്ചക്കടയാണ് അപ്പുവിൻ്റെ സ്ഥലം. അപ്പോഴത്തേക്ക് എന്തിനു പറ പൊന്നെ, നമ്മളെ സ്ഥലം
ഓ സത്യമല്ല ഗൈസ്. നമ്മൾ ഈ രാത്രിയൊക്കെ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഈ സിറ്റിയിൽ വല്ല ഒരു വീടുണ്ടായിരുന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഷൂട്ടൊക്കെ, സിനിമയിൽ അങ്ങനെ ഞാൻ നൈറ്റ് ഷോയ്ക്ക് ഒന്നും പോകില്ല, പക്ഷെ എനിക്ക് ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ഈ സിറ്റിയിൽ ഒരു വീടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ്. പക്ഷെ എനിക്ക് എൻ്റെ നമ്മളെവിടെയാണ് കൂടുതലും പച്ചപ്പ്, ഹരിതാഭ, സ്വസ്ഥത അങ്ങനെയൊക്കെ ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, എന്തെന്നറിയാമോ? ഈ ബാലരാമപുരല്ലേ, ബാലരാമപുരത്തിന് ഈ നെയ്യാറ്റിൻകര റൂട്ട് വന്നിട്ട് കുറച്ച് ചെറിയ കടകളും അങ്ങനത്തേതാണ്. പക്ഷെ ബാലരാമപുരത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോണ റൂട്ടിലെല്ലാം ഹെവി KFC അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. വാൻ ഹുസൈൻ നമ്മളെ ഹുസൈൻ ചേട്ടൻ്റെ കട, എല്ലാം എൻ്റെ കുറച്ച് ബ്രാൻഡ് കട. നമുക്കൊന്നും വേണ്ട, നമുക്ക് തിന്നാൻ വല്ലതും ഉണ്ടായാൽ അത്രയും സന്തോഷം. ഇവിടെ കുറേ ഹോട്ടലുണ്ട്, അവിടെയൊക്കെ ദോശ, ചായ, ചിക്കൻ കറി, മട്ടൻ കറി ഭയങ്കര അടിപൊളിയാണ്. അതിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അടുത്തെവിടെയെങ്കിലും ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ. ഇപ്പം എന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ ലേറ്റ് ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം എന്നിട്ട് എനിക്ക് പിറ്റേന്ന് പോകണം. സംഭവം സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അന്ന് തന്നെയാണ് കയറണത് വീട്ടിൽ. പക്ഷെ നമ്മളിപ്പം ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് 8 മണിക്കൂറുണ്ട്, 8 to 8.5 മണിക്കൂറുണ്ട് നമുക്ക് ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ, അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ അവിടെ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ പിറ്റേന്നാണ് കയറണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ കയറും. ഞാൻ വിളക്കം കൊണ്ട് ഇയാൾ ഇന്നലെ ഭയങ്കര വണ്ടി ഓടിക്കുമ്പോൾ അത്ര ഇയാൾ ഞാൻ വിളക്കം കൊണ്ട് കയറാൻ ആലോചിച്ച് ത്രിതംഗ പുളകിതനായിട്ടാണ് ഇരുന്നത്. അപ്പം നമ്മൾ വിളക്കം കൊണ്ട് വീട്ടിൽ കയറും. വീട്ടിൽ കയറി അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പാലും പഴവും കഴിക്കും അല്ലേ? മൊത്തം നാളെ ഓക്കെ. നമ്മളിതാ എത്തി, സൈഡ് കളയാൻ പോണം. അപ്പൊ നമ്മളിപ്പോ എത്തും. നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ VSC പോർട്ടോ, മരീന പോർട്ടിക്കോ, അങ്ങനെ മരീന പോർട്ടിക്കോ അങ്ങനെ എന്തോ നല്ല ഹോട്ടലായിരുന്നില്ലേ? റൂമൊക്കെ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരണത്. അപ്പം പ്രത്യേകിച്ച് ചടങ്ങ് വെച്ചാൽ ഒന്നുമില്ല. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയില്ല, ചേച്ചിക്ക് ലീവില്ല. എനിക്കറിയാം. ഇനിയിപ്പം നിങ്ങൾ എൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പൂൻ്റെ അമ്മയും അച്ഛനെയൊന്നും സാരിയിൽ പറഞ്ഞിട്ട് സാരി എടുക്കാൻ പോകുന്ന കൊണ്ടുപോകാത്തത്. ഗൈസ് വേറെ ഒന്നുമല്ല, അവരെല്ലാവരും ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അപ്പനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിറങ്ങാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനല്ല, അവർക്ക് ഞായറാഴ്ചകളാണ് അവർ ലീവുള്ളത്. അപ്പോൾ അവരെ ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇന്ന് ലീവ് എടുത്ത് വേണ്ട. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള മറ്റിതുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെടുത്ത് പറഞ്ഞു, അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണുണ്ട്, ഫോട്ടോ അയച്ചുകൊണ്ട് അവർക്ക് അതൊക്കെ സന്തോഷമാണ്. അപ്പം ഈ കുഴുത്തുരുമ്പ് പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വേണ്ട. കാരണം മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കുഴുത്തുരുമ്പ് തരുക. പിന്നെ എന്തോന്ന് നീ പറയാൻ വന്ന? ആക്ച്വലി ഇന്നലെയാണ് വരായിരുന്നു, പക്ഷെ ഇന്നലെ എത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഇനി എത്തിയപ്പോൾ നല്ല ലേറ്റ്. ഇന്ന് രാവിലെ 6 മണിക്കാണ് എത്തിയത്. അതുകൊണ്ട് ചേച്ചിക്ക് ലീവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചേച്ചി ഇന്നില്ല, കൊച്ച് കാണും. സോ നമ്മളിതാ പിന്നെ അവിടെ ആരൊക്കെ നിൽക്കണം, പോവടാ അവിടെ അങ്ങ് പിള്ള. ഓ ശരി, ഞാൻ പോയി. നമ്മൾ അങ്ങോട്ട് പോട്ടെ, വീട് എത്താറായി, വീട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയേ. അങ്ങോട്ട് നോക്കും, എല്ലാവരും ഔട്ട്ഫിറ്റുകൾ കാണിക്കും. ഒരു ഹായ് എങ്കിലും അപ്പൊ ഒരു ഹായ്. ഇതിക്കുള്ളൊന്നും പറ്റൂല. സോ നമുക്ക് വീട്ടിലോട്ട് പോകാൻ കഴിയും. നിങ്ങൾ കുടയില്ലാതെ വന്നാൽ മതി. നമ്മൾ കുറച്ച് ഡിമാൻഡുള്ള ആൾക്കാരാണ്. ഭയങ്കര വെയിൽ. വരണം.
സെറ്റല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി. ഞങ്ങൾ പാലും പഴവും തിന്നാൻ പോണു. ഒക്കെ ഇവിടെ നിന്ന് ഇച്ചിരി പാല് തരാം. പാലും പഴമൊക്കെ അവൾക്ക് ഇഷ്ടം. അവൾക്ക് വർഷത്തിൽ 10 കല്യാണമുണ്ട്, മാസത്തിൽ 10. അതെല്ലാം പോയി കണ്ട് കോപ്പി അടിച്ച് എഴുതിയിരിക്കും. എന്നിട്ട് അടുത്ത കല്യാണത്തിന് അത്രയും കണ്ട്രാക്ക്. അതാ അത്രയും കമ്മത്തെഴുതു പൊന്നു. എനിക്കത് എനിക്ക് അലർജി ഉള്ളതാണ്. താങ്ക്സ്. അപ്പം നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചിട്ടല്ല, രണ്ടൊരു കല്യാണത്തിനല്ലായിരുന്നു. പൊന്നു ചൊല്ലി, പൊന്ന് ആദ്യം വാങ്ങുന്നത് ഞാൻ കൂടെ ഒന്ന് വാങ്ങാം. അല്ല, ഒരുമിച്ച് കൊടുക്കാം. ഇതാണ് മൂത്തമ്മ. ആ, അമ്മൂമ്മയും കൂടെ പൊന്നും കൂടെ കൊടു. ഞാൻ ഹെഡ് മാസ്റ്ററാ. അമ്മൂമ്മ സിംബ പെണ്ണെ ധാരണുണ്ടോ ഗൈസ്? ഇവിടുത്തെ ഒരു പെണ്ണും പിള്ളയാണ്, പേര് സിംബി. അത് കുഴപ്പമില്ല, പേര് സിംബി. അമ്മേൻ്റെ ശുംബരി പെണ്ണാനോ? നമുക്ക് ഇവിടെ പോലെ നമുക്ക് പൂച്ച മസ്റ്റ് ഹാവാണ്. ഇവിടെ അമ്മക്ക് അച്ചുവും പോളയും കണക്ക് ഇവിടെ ഒരാളൂടെ ഉണ്ടേ, കാണിച്ചു തരാം. ബെല്ല പേര്. വിജി എന്ത് ഇത്ര ദുഃഖം? വാ അമ്മ. ഇതാരമ്മ ഈ പെണ്ണുമ്പിള്ള? ആറേ നീ? ഓ പിന്നെ അപ്പും മുറുവണപ്പൂ മനസ്സിലായില്ലേ നിന്നെ? ഔട്ട്ഫിറ്റ് മാറിയപ്പോഴേ ഞാൻ ചെന്ന് കയറിക്കോട്ടെ. ചുണ്ടൻ മണി ചുണ്ടല്ല എവിക്കാ? അതായത് നമ്മളെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ബെല്ലെ ബോർഡിങ്ങിന് നമ്മളെ മിഠാപ്പൂനെയും ബോർഡിങ്ങിലൊക്കെ ബോർഡിങ്ങിലാക്കിയിട്ടാണ് പോയത്. അപ്പോഴത്തേക്ക് ഈ ഡേ കെയർ പോയവർക്കൊക്കെ ഡിപ്രഷൻ. കാണിച്ചു കൊടുക്കും അവളാ. ഹായ് പറയൂ. ഇവിടുത്തെ അച്ഛൻ്റെ ജീവനും ജീവിതവും ഒക്കെ അവളയിലാണ് എഴുതി വെച്ചേക്കണത്. അച്ഛനും ഡിപ്രഷനിലായിരുന്നു. എൻ്റെ പിള്ള എന്ത് ചെയ്യണം, എന്തോ പിള്ള കഴിച്ചാൽ എന്തോന്നും പറഞ്ഞാൽ പിള്ളേന്ന് വിളിക്കണം. എന്നെ, അപ്പൂന, കാശിയ, ചേച്ചിയ, ബെല്ല, സിംബ, ഞങ്ങളെല്ലാവരും പിള്ള. ഗംഗാ പിള്ള എൻ്റെ. ഇതെന്തോന്ന് നമ്മളിടയിൽ ഇവരൊക്കെ വന്ന് നിൽക്കണം. നിന്നെയാണ് എൻ്റെ അമ്മയെ എൻ്റെ അനിയത്തി വരെ നിന്നെ. അപ്പൂപ്പ ചുറ്റി കാണാൻ പോയപ്പോ അപ്പൂപ്പ കല്യാണത്തിന് ചുറ്റി കാണാൻ പോകും. അപ്പൂപ്പനെ കാണാതാവും. അപ്പൂപ്പ ചുറ്റി കാണുന്നു, കാണാതാവുന്നു. അന്വേഷിച്ച് ഒരു ഡസ് ആൾക്കാർ പോയിട്ട് അവിടെ എൻ്റെ അപ്പൂപ്പൻ്റെ പേര് പ്രഭാകരൻ, എന്തിരുന്നപ്പോൾ പുള്ളി നായർ. അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു പ്രഭാകര വർമ്മ ഏതുപോലത്തെ എന്തോ പ്രഭാകര വർമ്മ കാണാനില്ലെന്ന് പറഞ്ഞ് അവരെല്ലാവരുടെ വിളിച്ചു പറഞ്ഞു. ഒരു കുലീനം പെട്ട ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, മാളൂന്, അനാമിക, അവളാണ് ചെന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്ന് ഓ നമുക്ക് നമ്മളാ റൂം കണ്ടിട്ട് വരാം. കാരണം അപ്പൂസിൻ്റെ റൂമിൽ പോകണം ഞങ്ങൾ. ഓ ശരിയാണ്, നമ്മളെ റൂം. സോറി പെണ്ണെ, നമ്മളെ റൂം. എൻ്റെ കൂടെ ചളുവും കൂടെ സെറ്റാക്കി പൊളിയാക്കി അല്ലേ? ഞാൻ തുറന്നു നോക്കണോ ഇപ്പം? ഞാനാണ് തുറന്നു നോക്കാനുള്ള എന്തൊരു എൻ്റെ ഭർത്താവ് ഞാൻ തുറന്നു നോക്കണം. ഈ അമ്മ എന്തൊരു പുനൂതം. എനിക്ക് 2 ദിവസത്തേക്ക് പുനൂതമാണ് ഗൈസ്. നോക്കട്ടാ. സെറ്റ് കേട്ടോ അപ്പൂട്ടാ. സെറ്റ് സെറ്റ് പിന്നെ ഇത് സെറ്റ്. അമ്മ കണ്ണാടി ഉണ്ട്.
അങ്ങനെ നമ്മൾ എല്ലാവരും വീടൊക്കെ വന്ന് കണ്ട്. എങ്ങനെയുണ്ട് വീട്? യെസ്, ഓൾറെഡി ട്വിസ്റ്റ് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴെപ്പോഴായിട്ട് ഓരോ പെണ്ണുങ്ങളായിട്ട് കൊണ്ടുവരും. ഹരിദേവര് ഇവിടെ അനാമികയെന്ന് വെച്ചാൽ ഇവിടെ വന്ന ഉടനെ പാത്രമെല്ലാം വാരിയിട്ട് അങ്ങോട്ട് കഴിവാക്കാം, തുണി കഴുകിയിടക്കാം, ഇവിടെ തൂത്തുവരക്കാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊഞ്ചണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അനാമിക ഇവിടെ തൂത്തുവരക്കാം, കഴിവാക്കാം, പാത്രം വരക്കാം. ഇല്ല, ഞാൻ പറയില്ല, നീ ചെയ്തു, എനിക്കൊരു വിഷമമില്ല. നീ ഒരു ഇപ്പം തന്നെ ഇഷ്ടം പോലെ പാത്രം സെറ്റ് ചെയ്ത് തരാൻ, വിഷമിക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്തോ ഫുഡ് സർപ്രൈസ്, അതെല്ലാം സർപ്രൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. യാ, അപ്പം ബിരിയാണിയാണ്. അപ്പം മനസ്സിലായില്ലേ ഈ പാത്രം വേണം എൻ്റെ ബുദ്ധി. അപ്പം നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് അമ്മയും അപ്പനും പോവും. ബാക്കി ഇവരൊക്കെ ഇവിടെ കാണും ഗൈസ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഇവരൊക്കെ ഇവിടെ കാണും. അല്ലേ, അടിയുണ്ടാക്കി വിളിച്ചോണ്ടതാണ് മാളൂനെ ഞാൻ. ബാക്കി എല്ലാരും മുൻപന്തിയിൽ വരാ ഇപ്പം കഴിച്ചിട്ട് വരാം. അവരൊക്കെ ബിരിയാണി, ഇത് ഹോം മെയ്ഡ് സദ്യ, കിച്ചടി, തോരൻ, അവിയൽ, മീൻ പൊരിച്ചത്. ഞാൻ ബിരിയാണി തന്നെയായിരുന്നു ഗൈസ്. പക്ഷെ എനിക്ക് അമ്മയ്ക്ക് അപ്പൂപ്പനും ചോറ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കൊതി. അപ്പം എനിക്ക് ചോറ്. എൻ്റെ അമ്മയും അപ്പൂപ്പനും പോകണം. സ്ത്രീയെ നിങ്ങൾ അതെങ്ങനെ വിഷമിക്കും? അത്ര നല്ല സ്വഭാവമാണ്. ഇടയ്ക്ക് വിടും വരെ എല്ലാവരുടെ രാത്രി. കല്യാണം കഴിച്ചിട്ട് അല്ല, കരയണേ എന്തിനാ ഇപ്പം? നോ, ടാറ്റാ. ട്വിസ്റ്റ് എന്താണെന്നറിയുമോ? നമ്മളിത് അവിടെ വഴിയിൽ അവിടെ കാർ വിട്ടിട്ട് എൻ്റെ അമ്മ താക്കോലെടുത്ത് കാറിൽ വെച്ച്, എന്നിട്ട് വീട്ടിൻ്റെ താക്കോലൊന്നും ഇല്ലാതെ പോയി. ഇന്നിപ്പം ആരും പോകില്ല, മാളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എല്ലായിടത്തും ഒരു വൈബ് അടിച്ച് നമുക്ക് ഇന്നിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത് നമ്മുടെ സഖിയുടെ ഓർണമെൻ്റാണ്. ഇത് സഖി. ഇത് ലൈക്ക് സഖിയിൽ ഞാൻ ഒരു ബ്രേക്ക് എടുത്തേക്കണം. കാരണം ഇപ്പോൾ കല്യാണം ആയപ്പോഴത്തേക്ക് എനിക്കൊന്നും പറ്റിയില്ല ചെയ്യാനെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സഖിയിൽ കല്യാണ സമയമായപ്പോഴത്തേക്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഇതാ സഖിയുടെ ഓർണമെൻറ്റ്സാണ്. ഇത് ഗജലക്ഷ്മി ജുമുക്ക. ഇത് അന്ന് സെല്ലിങ്ങിന് ബെസ്റ്റ് സെല്ലറായിരുന്നു. ഞാൻ കൊണ്ടുവന്ന പീസ് അത്രയും തീർന്നു. എന്നിട്ട് ഞാൻ എഗെയിൻ ഒന്നുകൂടെ പീസ് സെല്ലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് അന്ന് ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിരുന്നു എനിക്കിടാൻ വേണ്ടിയിട്ട്. എന്നെങ്കിലും ഞാൻ വിചാരിച്ച ആരെങ്കിലും കല്യാണത്തിന് എന്നെങ്കിലും ഇടാമെന്ന് പറഞ്ഞാണ് മാറ്റി വെച്ചിരുന്നു. പക്ഷേ വിധി എൻ്റെ കല്യാണത്തിന് ഇടാനായിരുന്നു എന്നുള്ളത് സത്യം. നെക്സ്റ്റ് ഇത് കണ്ട, ഇതും സഖിയുടെയാണ്. ആൻഡ് ഈ വള സഖിയുടെ അല്ല. ഇതിൻ്റെ കളറൊക്കെ പോയി കേട്ടോ. ആ താലീര കുളിച്ചപ്പോഴേ ഞാൻ 2-3 തവണ കുളിച്ചപ്പോൾ എൻ്റെ കളറൊക്കെ പോയി. സിന്ദൂരമൊക്കെ ഞാൻ വാരി തൂകി. ഇതിനെങ്ങനെ ഒരു ലുക്ക് പിടിക്കാൻ വിചാരിച്ചാണ് ഇത്രയും വാരി ഇട്ടത്. അങ്ങനെ ഗായ്സ്, നമ്മുടെ ഗൃഹപ്രവേശനമൊക്കെ കഴിഞ്ഞ് പിന്നെ നിലവിളക്ക് ഗൃഹപ്രവേശം കഴിഞ്ഞു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഗൃഹപ്രവേശം? നിലവിളക്കും കൊണ്ട് കയറി പാലും പഴമൊക്കെ കഴിച്ചു. പാലും പഴവും കൈകളിലേന്തി ഞാൻ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഗസ്റ്റിനെ നോക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രവേശനം? സോ അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.